മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ഏതാണ്? റിസർച്ച് മെത്തഡോളജിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിസർച്ച് മെത്തഡോളജിയുടെ എന്തൊക്കെയായിരുന്നു പഠിച്ചിരുന്നത്? റിസർച്ച് ഡിസൈൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഇൻ റിസർച്ച് ഉണ്ടായിരുന്നു. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസ് ഉണ്ടായിരുന്നു. ദെൻ ടൈപ്പ് 1 ഇററും ടൈപ്പ് 2 ഇററുമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റിസർച്ച് മെത്തഡോളജിയിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തീസ്. ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷന് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തുവായിരുന്നു ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തീസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഹൈപ്പോത്തീസ് അക്സെപ്റ്റ് ആണോ റിജക്റ്റ് ആണോ അല്ലെങ്കിൽ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ആ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തീസ് അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ എന്ത് സെറ്റ് ചെയ്യണം? നൾ ഹൈപ്പോത്തീസ് H0 ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസ് അല്ലെങ്കിൽ H1 നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. ഇതിന് രണ്ടാമത് സെറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? അപ്പോൾ നൾ ഹൈപ്പോത്തീസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യം എന്താണ്? ഏത് ക്രൈറ്റീരിയൻ ടെസ്റ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? അതായത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഡേറ്റ, നമ്മുടെ കയ്യിലുള്ള ഡേറ്റാസിൻ്റെ നേച്ചർ അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ അവിടെ അവൈലബിൾ ആണ്. ആ ടെസ്റ്റ് ഏതാണെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. ഏതൊക്കെയായിരുന്നു? ഇസെറ്റ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, ടി ടെസ്റ്റ് ഉണ്ടായിരുന്നു, എഫ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അനോവ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും നമ്മുടെ ഡേറ്റയുടെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ എന്ത് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്? ടെസ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആയിരുന്നു നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നോർമലി ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തന്നെ എത്ര പെർസെൻറ്റേജ് ആണ് സെറ്റ് ചെയ്യേണ്ടത്? 5% ആണ് സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത്ര പെർസെൻറ്റേജ് വേണം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വേണം എന്തായിട്ട് എടുക്കാൻ? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആയിട്ട് എടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ നോർമലി എത്ര പെർസെൻറ്റേജ് എടുക്കാം? 5% ആണ് എടുക്കുന്നത്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുല വെച്ചിട്ട് നമ്മൾ വാല്യൂ ഓഫ് ടെസ്റ്റ് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ആ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ഓഫ് ടെസ്റ്റ് ഏതുമായിട്ട് നോക്കണം? നമ്മൾ ടേബിൾ വാല്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഡിസിഷൻ. അതായത് റിജക്ഷൻ ആണോ, നൾ ഹൈപ്പോത്തീസ് റിജക്ഷൻ ആണോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ആണോ എന്നൊരു ഡിസിഷൻ നമ്മൾ എടുക്കുന്നത്. ആ ഒരു പ്രൊസീജിയർ ആണ് എന്ത്? ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തീസിനകത്ത് നമ്മൾ പഠിച്ചത്. ഇനിയും ഈ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തീസിനകത്ത് അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ടാമത്തെ പ്രൊസീജിയർ സ്റ്റെപ്പ് എന്തുമായിരുന്നു? സെലക്ട് ക്രൈറ്റീരിയൻ ഓഫ് ടെസ്റ്റ്. പല തരത്തിലുള്ള ടെസ്റ്റ് ഉണ്ട്. അത് ഡേറ്റാസിൽ നേച്ചർ അനുസരിച്ച് നമ്മൾ എന്ത് സെലക്ട് ചെയ്യാണ്? ടെസ്റ്റുകൾ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ആ ഏതൊക്കെ ടെസ്റ്റാണ് അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഏത്? ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്? ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തീസ് എന്ന് പറയുന്നത്. നോക്കി ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ? പാരാമെട്രിക്കൽ ടെസ്റ്റും നോൺ പാരാമെട്രിക്കൽ ടെസ്റ്റും. അപ്പോൾ രണ്ട് ടെസ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. എന്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി? ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തീസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടി? ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? രണ്ട് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് പാരാമെട്രിക്കൽ ടെസ്റ്റും രണ്ടാമത്തെ എന്താണ്? നോൺ പാരാമെട്രിക്കൽ ടെസ്റ്റും. നോക്കിയേ എന്താണ് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്? എന്താ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഓൾസോ നോൺ ആസ് എ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തീസ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാം. ഈ രണ്ട് ടെസ്റ്റിനകത്ത് ഏതൊക്കെ രണ്ട് ടെസ്റ്റാണ്? പാരാമെട്രിക്കൽ ടെസ്റ്റും നോൺ പാരാമെട്രിക്കൽ ടെസ്റ്റിൽ നിന്നും ഏറ്റവും എഫിഷ്യൻ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ് എന്തെന്ന് പറയുന്നത്? പാരാമെട്രിക്കൽ ടെസ്റ്റ്. അതുകൊണ്ടാണ് അതിനെ വേറെ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓൾസോ നോൺ ആസ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തീസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് എന്ന് ഏത് ടെസ്റ്റിനെ അറിയപ്പെടുന്നത്? പാരാമെട്രിക്കൽ ടെസ്റ്റിനെ അറിയപ്പെടുന്നത്. ഇനി എന്താണ് പാരാമെട്രിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇവിടെ നമ്മൾ നോക്കേണ്ടത് അസ്യൂം ദ പോപ്പുലേഷൻ ഡേറ്റ ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ട്. അതായത് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ ഡേറ്റാസിന് നമ്മൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട്? നോർമലി. അതായത് ഒരു നമ്മളൊരു ഡയഗ്രാം എടുത്ത് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഡയഗ്രാം പോകുന്നതെങ്കിൽ ഈ രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് ആ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് വരുന്ന രണ്ട് സൈഡും എങ്ങനെയാണ്? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വരുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാരാമെട്രിക്കൽ
എന്തെന്ന് പറയുന്നത് പാരാമെട്രിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പാരാമെട്രിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ദാറ്റ് അസ്യൂം, എന്താണ് അസ്യൂം ചെയ്യേണ്ടത്, ഈ വാക്കാണ് ഇമ്പോർട്ടൻറ്റ്. പോപ്പുലേഷൻ ഡേറ്റ ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇവിടെ എങ്ങനെയാണ് പോപ്പുലേഷൻ ഡേറ്റാസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സ് യൂസ് ചെയ്ത് പോപ്പുലേഷൻ ഡേറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിനകത്തെ ഒന്നാമത്തെ ടെസ്റ്റാണ് എന്തെന്ന് പറയുന്നത്, പാരാമെട്രിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇനി പാരാമെട്രിക്കൽ ടെസ്റ്റ് നമ്മൾ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഒന്നാമത് പറഞ്ഞ കേസ് തന്നെ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, ദ ഡേറ്റ ഹാസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് രണ്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് എഡ്ജിലും എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിട്ടാണ്. അപ്പോൾ ഈ പാരാമെട്രിക്കൽ ടെസ്റ്റിനകത്ത് യൂസ് ചെയ്യുന്ന ഡേറ്റ എങ്ങനെയായിരിക്കണം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. രണ്ടാമത്തെ കേസ് പറഞ്ഞിരിക്കുന്നത് വെൻ ദ മെഷർമെന്റ് സ്കെയിൽ ഈസ് ഇൻട്രവൽ അല്ലെങ്കിൽ റേഷ്യോ സ്കെയിൽ ആയിരിക്കണം. നമ്മൾ മെഷർമെന്റ് ഓഫ് സ്കെയിൽ പ്രീവിയസ് ക്ലാസ്സിൽ മെഷർമെന്റ് ഓഫ് സ്കെയിലിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. 4 മെഷർമെന്റ് ഓഫ് സ്കെയിൽ ആയിരുന്നു. ഏതൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, NOIR എന്നായിരുന്നു നമ്മൾ റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. N എന്ന് പറഞ്ഞാൽ നോമിനൽ, O ഓർഡിനൽ, ദെൻ I എന്താണ്, ഇൻട്രവൽ, R എന്ന് പറഞ്ഞാൽ എന്താണ്, റേഷ്യോസ് ആണ്. അപ്പോൾ ഈ മെഷർമെന്റ് ഓഫ് സ്കെയിലിനകത്ത് ഏതൊക്കെ ലാസ്റ്റിൽ വരുന്ന രണ്ടെണ്ണം, ഏതൊക്കെ ലാസ്റ്റിൽ വരുന്ന ഏതൊക്കെ, ഇൻട്രവെല്ലും റേഷ്യോ സ്കെയിലുമാണ് നമ്മൾ ഏതിനകത്ത് യൂസ് ചെയ്യുന്നത്, പാരാമെട്രിക്കൽ ടെസ്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടി മെഷർമെന്റ് ഓഫ് സ്കെയിലിനകത്ത് ഇൻട്രവെല്ലോ അല്ലെങ്കിൽ റേഷ്യോ സ്കെയിലോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്, പാരാമെട്രിക്കൽ ടെസ്റ്റ് ആണ്. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡേറ്റ ആണെങ്കിൽ ആ ഡേറ്റ ടെസ്റ്റ് ചെയ്യുക, ആ ഡേറ്റയിലെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ടെസ്റ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്, പാരാമെട്രിക്കൽ ടെസ്റ്റ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താ പാരാമെട്രിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ പേരെന്താണ്, പാരാമെട്രിക്കൽ ടെസ്റ്റിന്റെ വേറെ പേരെന്താണ്, സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, സ്റ്റാൻഡേർഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഡേറ്റാസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡേറ്റാസ് നമ്മൾ എങ്ങനെയാണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടായിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇവിടെ രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഏത് ടെസ്റ്റിനകത്ത് വരുന്നതായിരിക്കും, പാരാമെട്രിക്കൽ ടെസ്റ്റിനകത്ത് വരുന്നതായിരിക്കും. ഏതൊക്കെയാണ് ആ രണ്ട് അസംഷൻ അല്ലെങ്കിൽ രണ്ട് യൂസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കയ്യിലുള്ള പോപ്പുലേഷൻ ഡേറ്റ എന്തായിരിക്കണം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. ദെൻ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ആ ഡേറ്റാസിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിൽ ഏതിനകത്ത് വരുന്നതായിരിക്കണം, ഇൻട്രവൽ അല്ലെങ്കിൽ റേഷ്യോ സ്കെയിൽ ആയിരിക്കണം. ദെൻ അതിൻ്റെ അസംഷൻസ് നോക്കിയേ, എന്തൊക്കെ അസംഷൻസ് ആണ് ഒരു പാരാമെട്രിക്കൽ ടെസ്റ്റിനകത്ത് വരുന്നത് നോക്കിയേ. ഒന്നാമത്തെ അസംഷൻ ആണ് എന്തെന്ന് പറയുന്നത്, നോർമാലിറ്റി. രണ്ടാമത്തെ ഹോമോജിനിറ്റി ഓഫ് വേരിയൻസ്. മൂന്നാമത്തെ എന്താണ്, ലീനിയറിറ്റി അല്ലെങ്കിൽ ലീനിയർ റിലേഷൻഷിപ്പ്. ഇത്രയും അസംഷൻസ് ആണ് ഏതിന് വരുന്നത്, പാരാമെട്രിക്കൽ ടെസ്റ്റിനകത്ത് വരുന്നത്. എത്ര അസംഷൻസ്, 3 അസംഷൻ അല്ല 4 അസംഷൻസ് ഉണ്ട്. 4 അസംഷൻസ് ആണ് ഏതിനകത്ത് വരുന്നത്, പാരാമെട്രിക്കൽ ടെസ്റ്റിനകത്ത് വരുന്നത്. അപ്പോൾ എത്ര അസംഷൻസ് ഉണ്ട്, ഒന്ന് നോർമൽ, രണ്ടാമത്തെ ഹോമോജിനിറ്റി ഓഫ് വേരിയൻസ്, മൂന്നാമത്തെ എന്താണ്, ലീനിയറാലിറ്റീസ്, നാലാമത്തെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. നോക്കിയേ, എന്താണ് നോർമാലിറ്റിക്ക് അത് പറഞ്ഞിരിക്കുന്നത്, നമ്മളെ പേരിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞത് എന്താണ്, പോപ്പുലേഷൻ ഡേറ്റ എന്തായിരിക്കണം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. അതാണ് ഈ നോർമാലിറ്റിക്ക് അത് പറയുന്നത്. ദ ഡേറ്റ മീൻസ് എ പോപ്പുലേഷൻ ഡേറ്റ ഹാസ് എന്തോ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം, വിച്ച് ഈസ് എ ബെൽ ഷേപ്പ് കർവ്. അതാണ് ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഡയഗ്രാം വരുന്നത്. ആ ഒരു ബെൽ ഷേപ്പ് ഫോമിൽ നിൽക്കുകയാണെങ്കിൽ രണ്ട് എഡ്ജും ഈക്വൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും വരുന്നത്. അങ്ങനെയുള്ള ഒരു ഡേറ്റ അതിനെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. ആ ഒരു കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബെൽ ഷേപ്പ് കർവ് ആയിരിക്കും. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ കർവ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, ബെൽ ഷേപ്പ് കർവ് ആയിരിക്കും നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്ത് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നോർമാലിറ്റിയാണ്. എന്താ നോർമാലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്, അതിനകത്തെ പോപ്പുലേഷൻ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൻ്റെ കർവ് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും വരുന്നത്, ബെൽ ഷേപ്പ് കർവ് ആയിരിക്കും വരുന്നത്. മീൻസ് ആ ഡേറ്റയുടെ ഷേപ്പ് വരുന്നത്. രണ്ടാമത്തെയാണ് എന്തെന്ന് പറയുന്നത്, ഹോമോജിനിറ്റി ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്.
ഹോമോജിനിറ്റി എന്ന് പറയുന്നത് ഹോമോജീനിയസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെയിം ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോമോജിനിറ്റി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹോമോജിനിറ്റി ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഗ്രൂപ്പിൽ നിന്നാണ്. ഇപ്പോൾ ഒരു പല പല സെക്ഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എൻറ്റയർ പോപ്പുലേഷൻ എന്ത് ചെയ്യും? പല പല മൾട്ടിപ്പിൾ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ആ ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത്? ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? മൾട്ടിപ്പിൾ ഗ്രൂപ്പിൽ നിന്നായിരിക്കും ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്. പക്ഷേ ആ ഡേറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയൻസ് എന്തുമായിരിക്കും? സെയിം വേരിയൻസ് ആയിരിക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹോമോജിനിറ്റി ഓഫ് വേരിയൻസ്. എന്താ ഹോമോജിനിറ്റി ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഡേറ്റാസ് ആർ കളക്റ്റഡ് ഫ്രം മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ഹാവ് സെയിം വേരിയൻസ്. സെയിം വേരിയൻസ് ഉള്ള മൾട്ടിപ്പിൾ ഗ്രൂപ്പിൽ നിന്നും ഡേറ്റാസ് കളക്ട് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? നമ്മളെ ഹൈപ്പോത്തീസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതിനെയാണ് ആ ഒരു അസംഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഹോമോജിനിറ്റി ഓഫ് വേരിയൻസ് എന്ന് പറയും. ദെൻ മൂന്നാമത്തെ അസംഷനാണ് എന്തെന്ന് പറയുന്നത്? ലീനിയറിറ്റി മീൻസ് ലീനിയർ റിലേഷൻഷിപ്പ്. ആരൊക്കെ തമ്മിലാണ്? വേരിയബിൾസ് തമ്മിൽ. നമുക്കറിയാം ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഉണ്ട്, ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഉണ്ട്. ആ രണ്ട് വേരിയബിൾസ് തമ്മിൽ എങ്ങനത്തെ റിലേഷൻഷിപ്പ് ആയിരിക്കണം? ദർ ഈസ് എ ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു അസംഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ലീനിയറാലിറ്റി എന്ന് പറയുന്നത്. ദർ ഈസ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. ദ ലാസ്റ്റ് അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡൻസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ ഡേറ്റ എപ്പോഴും എന്തായിരിക്കണം? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ദെൻ ഒബ്സർവേഷൻസ് ആൻഡ് സാമ്പിൾഡ് ആർ റാൻഡംലി. അതുപോലെ തന്നെ ആ സാമ്പിൾസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്തായാലും അതിനെ റാൻഡം വൈസ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന സമയത്തായാലും അതിനകത്തെ സാമ്പിൾ ഡേറ്റാസ് എപ്പോഴും എന്തായിരിക്കണം? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഈ 4 അസംഷൻസ് ആണ് ഏത് ടെസ്റ്റിനുള്ളത്? പാരാമെട്രിക്കൽ ടെസ്റ്റിനുള്ളത്. ഏതൊക്കെയാണ് 4 അസംഷൻസ്? ഒന്നാമത്തെ അസംഷൻ എന്താണ്? നോർമലാലിറ്റി. എന്താ നോർമാലിറ്റിക്ക് അത് പറയുന്നത്? അതിനകത്ത് യൂസ് ചെയ്യുന്ന പോപ്പുലേഷൻ ഡേറ്റ എങ്ങനത്തെ ഡിസ്ട്രിബ്യൂഷൻ ആണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവാണ്. അതിന്റെ ഷേപ്പ് എന്താണ്? ബെൽ ഷേപ്പ് കർവാണ് വരുന്നത്. ദെൻ രണ്ടാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ വേരിയൻസ് എങ്ങനത്തെ ആണ്? ഹോമോജിനിറ്റി ഓഫ് വേരിയൻസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? മൾട്ടിപ്പിൾ ഗ്രൂപ്പിൽ നിന്നാണ് ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്. പക്ഷേ ആ കളക്ട് ചെയ്യുന്ന ഡേറ്റാസിന് എങ്ങനത്തെ വേരിയൻസ് ആണ് വരുന്നത്? സെയിം വേരിയൻസ് ആയിരിക്കും വരുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോമോജിനിറ്റി ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? ലീനിയറാലിറ്റി അല്ലെങ്കിൽ ലീനിയർ റിലേഷൻഷിപ്പ്. ആരൊക്കെ തമ്മിലാണ്? ബിറ്റ്വീൻ വേരിയബിൾസ്. അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയാലും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആണെങ്കിലും രണ്ടും തമ്മിൽ എങ്ങനത്തെ റിലേഷൻഷിപ്പ് ആയിരിക്കണം? ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കണം. ദ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡൻറ്റ്. എന്താ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ബൈ ത്രൂ ഒബ്സർവേഷൻ മെത്തേഡ് വഴിയാണെങ്കിലും സാമ്പിളിനെ റാൻഡം വൈസ് നമ്മൾ സെലക്ട് ചെയ്താലും ആ സെലക്ട് ചെയ്തിട്ടുള്ള സാമ്പിൾ ഡേറ്റാസ് എപ്പോഴും എന്തായിരിക്കണം? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഈ 4 കണ്ടീഷൻ, ഈ 4 അസംഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ടെസ്റ്റ് ഏത് കാറ്റഗറി വരുന്നതായിരിക്കും? പാരാമെട്രിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നതായിരിക്കും. ദെൻ നോക്കിയേ, ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ടൈപ്സ് ഓഫ് പാരാമെട്രിക്കൽ ടെസ്റ്റ്. ചിലപ്പോൾ എക്സാമിന് കുറേ ടെസ്റ്റ് തന്നിട്ട് അതിലെ പാരാമെട്രിക്കൽ ടെസ്റ്റ് ഏതാണെന്നായിരിക്കും ചോദിക്കുന്നത്. ഏതൊക്കെയാണ് പാരാമെട്രിക്കൽ ടെസ്റ്റ്? മൊത്തം എത്ര ടൈപ്സ് ആണുള്ളത്? 4 ടൈപ്സ് ആണുള്ളത്. ഒന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? ടി ടെസ്റ്റ്, രണ്ടാമത്തെ ഇസഡ് ടെസ്റ്റ്, മൂന്നാമത്തെ എഫ് ടെസ്റ്റ്, നാലാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? അനോവ, ANOV, അനോവ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പാരാമെട്രിക്കൽ ടെസ്റ്റ് ആയിട്ട് എത്ര ടൈപ്സ് ആണുള്ളത്? 4 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് ഏതാണ്? ടി ടെസ്റ്റ്. രണ്ടാമത്തെ എന്താണ്? ഇസഡ് ടെസ്റ്റ്. മൂന്നാമത്തത് എഫ് ടെസ്റ്റ്. നാലാമത്തെ എന്താണ്? അനോവ. ഇത്രയും ടൈപ്സ് ആണ് ഏതിന് വരുന്നത്? പാരാമെട്രിക്കൽ ടെസ്റ്റിനകത്ത് വരുന്നത്. നമുക്കിനി ഓരോന്നും എന്താ നോക്കാം. ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് ടെസ്റ്റ് ഏതാണ്? ടി ടെസ്റ്റ്. എന്താ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്നാണ്? 1908 ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആര്? വില്യം ഷീലി ഗോസ്ലെ. അത് നമ്മൾ വേണമെങ്കിൽ WS ഗോസെറ്റ് എന്ന് നമ്മളതിനെ ആടെ പേര് നമ്മൾ അങ്ങനെ പറയും. WS ഗോസെറ്റ് അല്ലെങ്കിൽ വില്യം സീലി ഗോസെറ്റ് 1908 ഏത് കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? പാരാമെട്രിക്കൽ ടെസ്റ്റായ ഫസ്റ്റുള്ള ഏത് ടെസ്റ്റ്? ടി ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഈ ടി ടെസ്റ്റിൻ്റെ വേറെ പേരെന്താണ്? അത് ഓർത്തോണം. ടി ടെസ്റ്റിൻ്റെ വേറെ പേരെന്താണ്? സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ഏതിന് പറയുന്ന പേര്? ടി ടെസ്റ്റിൻ്റെ പേര്. എന്താ ടി ടെസ്റ്റിൻ്റെ വേറെ പേരെന്താ? സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്.
ഇനി നമ്മൾ എപ്പോഴാണ് ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ടി ടെസ്റ്റ്, നമുക്കറിയാം ഒത്തിരി ഡേറ്റാസ് കാണും. അപ്പോൾ ഹൈപ്പോത്തീസിസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം കുറേ ടെസ്റ്റുകൾ പറഞ്ഞല്ലോ, ആ ടെസ്റ്റിനകത്ത് എപ്പോഴാണ് ഈ ടി ടെസ്റ്റ് ഫോളോ ചെയ്യേണ്ടത് അതാ പറഞ്ഞിരിക്കുന്നത്. ടി ടെസ്റ്റ് ഈസ് അപ്ലൈഡ് വെൻ ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോളോ ടി ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പറഞ്ഞു പാരാമെട്രിക്കൽ ടെസ്റ്റിനകത്ത് അതിനകത്ത് വരുന്ന പോപ്പുലേഷൻ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറിക്കകത്ത് വരുന്നതായിരിക്കും? നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ടി ടെസ്റ്റിനകത്ത് വരുന്ന ഡേറ്റ ഫോളോ ചെയ്യുന്ന ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും? ടി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഏതാ ടി ടെസ്റ്റിനകത്ത് വരുന്ന അല്ലെങ്കിൽ ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിനകത്ത് വരുന്ന ഡേറ്റാസ് ഏത് ഡിസ്ട്രിബ്യൂഷനെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്? ടി ഡിസ്ട്രിബ്യൂഷനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. ഇനിയും എന്താണ് ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ആൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ദാറ്റ് കമ്പയർ, എന്തോടെ കമ്പയർ ചെയ്യുന്നത്? ടു ഗ്രൂപ്പ്സ്, രണ്ട് ഗ്രൂപ്പ്സുകൾ തമ്മിലുള്ള മീനുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വിച്ച് ഈസ് യൂസ്ഡ് ടു കമ്പയർ ദ മീൻ ഓഫ് ടു ഗ്രൂപ്പ്സ്. രണ്ട് ഗ്രൂപ്പ്സിനകത്തെ അല്ലെങ്കിൽ രണ്ട് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സിനകത്തെ എന്താണ് നമ്മൾ മെഷർ അല്ലെങ്കിൽ എന്താണ് കമ്പയർ ചെയ്യുന്നത്? മീൻ ഫാക്ടേഴ്സ് കമ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡ്സ് ഓഫ് ടെസ്റ്റിംഗ് ആണ് എന്തെന്ന് പറയുന്നത്? ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് കമ്പയർ ദ മീൻസ് ഓഫ് ടു ഗ്രൂപ്പ്സ്, അതാണ് എന്തെന്ന് പറയുന്നത്? ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഈ ടി ടെസ്റ്റിനകത്ത് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് സ്മോൾ സാമ്പിൾസിനെ നമ്മൾ എങ്ങനെയായിരിക്കും എടുക്കുന്നത്? പോപ്പുലേഷനിൽ നിന്ന് എങ്ങനെയായിരിക്കും എടുക്കുന്നത്? നോർമലി ആയിരിക്കും എടുക്കുന്നത്. അതാണ് നമ്മൾ പാരാമെട്രിക്കൽ ടെസ്റ്റിൻ്റെ ഒരു അസംഷനിൽ പറഞ്ഞായിരുന്നു. എങ്ങനത്തെ ഡേറ്റാസ് ആണ് അവിടെ എടുക്കുന്നത്? നോർമാലിറ്റി അല്ല മീൻസ് എന്തായിരിക്കും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സിലുള്ള ഡേറ്റാസിനെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. വെൻ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദ സാമ്പിൾ ഈസ് അൺനോൺ. ഈ വാക്ക് മാർക്ക് ചെയ്തിട്ടാണ് അവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺനോൺ, നമുക്ക് അറിയത്തില്ല. ആ ഒരു കാറ്റഗറി വരുന്ന പോപ്പുലേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ടി ടെസ്റ്റ് ആണ്. അപ്പോൾ എന്താ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? അവിടെ നമ്മൾ ഹൈപ്പോത്തീസിസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്മോൾ സാമ്പിളിനെ നമ്മൾ എങ്ങനെയായിരിക്കും സെലക്ട് ചെയ്യുന്നത്? പോപ്പുലേഷനിൽ നിന്ന് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സ് വെച്ചിട്ട് നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് സ്മോൾ സാമ്പിളിനെ സെലക്ട് ചെയ്യും. ദെൻ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഏതിൻ്റെ? സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അവിടെ എന്തുമായിരിക്കും? അൺനോൺ ആണ്. അങ്ങനെയുള്ള ഒരു പോപ്പുലേഷൻ ഡേറ്റയാണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ആ ഡേറ്റയുടെ ഹൈപ്പോത്തീസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ടെസ്റ്റ് വേണം യൂസ് ചെയ്യേണ്ടത്? ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തുവായിരുന്നു ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാരാണ്? WS ഗോസെറ്റ് ആണ്. 1908 ഈ ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇതിലെ വേറെ പേരെന്താണ്? സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഇനി എന്താണ് ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? അവിടുത്തെ എന്താണ് സാമ്പിൾ സൈസ് നമ്മൾ ഡ്രോൺ ചെയ്യൽ പോപ്പുലേഷനിൽ നിന്നും നമ്മൾ സ്മോൾ സാമ്പിളിനെ എടുക്കുന്നത് ഏതിൻ്റെ ബേസിസിലായിരിക്കും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിസിലും. ദെൻ ആ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അത് നമ്മൾ SD എന്ന് പറയും. ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തെന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? അൺനോണും ആണെങ്കിൽ ഏത് ടെസ്റ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്? പാരാമെട്രിക്കലിനകത്തെ ടി ടെസ്റ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? യൂസ് ചെയ്യാൻ. ദെൻ അതിൻ്റെ അസംഷൻസ് നോക്കിയേ. ഒന്നാമത്തെ അസംഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സാമ്പിളിനെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റൂ? റാൻഡം വൈസ് ആയിട്ട് മാത്രമേ നമുക്ക് സാമ്പിളിനെ സെലക്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഫസ്റ്റ് അസംഷൻ എന്ന് പറഞ്ഞാൽ സാമ്പിൾസ് ആർ റാൻഡംലി സെലക്റ്റഡ്. അപ്പോൾ ഒന്നാമത്തെ അസംഷനാണ് സാമ്പിൾസിനെ എങ്ങനെ സെലക്ട് ചെയ്യണം? റാൻഡം വൈസ് ആയിട്ട് സെലക്ട് ചെയ്യുക. ദെൻ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഡേറ്റ യൂട്ടിലൈസ്ഡ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കണം. അതായത് നമ്മൾ അതിനകത്ത് ഡേറ്റ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ആ പോപ്പുലേഷൻ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഏത് നേച്ചറിൽ വരുന്നതായിരിക്കണം? ക്വാണ്ടിറ്റേറ്റീവ്, അതായത് ന്യൂമറിക്കൽ ഡേറ്റാസ് ആയിരിക്കണം. ദെൻ മൂന്നാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ആ ഒരു സാമ്പിൾ ഡേറ്റാസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡേറ്റ ഏത് ഡിസ്ട്രിബ്യൂഷനിൽ ഫോളോ ചെയ്യുന്നതായിരിക്കണം? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതായിരിക്കണം. ദെൻ നാലാമത്തെ അസംഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ വേരിയൻസ് ആർ മോസ്റ്റ്ലി സെയിം ഇൻ ബോത്ത് ഗ്രൂപ്പ്സ് അണ്ടർ ദ സ്റ്റഡി. അതായത് നമ്മൾ ഹോമോജിനിറ്റിക്ക് അത് പറഞ്ഞില്ലേ, ആ കാറ്റഗറിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ എന്തുമായിരുന്നു? പിന്നെ ഒരുപോലെ വരുന്ന ഏതായിരുന്നു? സെയിം വേരിയൻസ് ആണ് അല്ലെങ്കിൽ ഹോമോജിനിറ്റി ഓഫ് വേരിയൻസ് ആണ്. അപ്പോൾ സാമ്പിൾ വേരിയൻസ് ഗ്രൂപ്പിൻ്റെ ഇടയിൽ വരുമ്പോൾ
സാമ്പിൾ വേരിയൻസ് മോസ്റ്റ്ലി എന്തായിരിക്കണം, സെയിം ആയിരിക്കണം അല്ലെങ്കിൽ ഹോമോജീനിയസ് ആയിരിക്കണം. ദെൻ സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, സ്മോൾ സാമ്പിൾ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്, ലെസ് ദാൻ 30. അതായത് സാമ്പിൾ സൈസ്, നമ്മുടെ ക്വസ്റ്റിനകത്ത് സാമ്പിൾ സൈസ് ഒരു 25 തരുന്നതെങ്കിൽ, 25 സാമ്പിൾസ് ആണ് ക്വസ്റ്റിനിൽ തരുന്നതെങ്കിൽ നമ്മൾ ഏത് ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ, ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലെസ് ദാൻ 30 ആണ്. അതായത് 30-ൽ താഴെ വരുന്ന ഒരു സാമ്പിൾ ആണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഏതിനകത്തായിരിക്കും വരുന്നത്, നമ്മൾ ടി ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും അസംഷൻസ് നോക്കി നമുക്ക് തന്നിട്ടുള്ള ഡേറ്റാസ് ഇത്രയുമുള്ള അസംഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഏത് ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ, ടി ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ. ഒന്നാമത്തെ അസംഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സാമ്പിൾസിനെ എങ്ങനെ വേണം സെലക്ട് ചെയ്യാൻ, റാൻഡം വൈസ് ആയിട്ട് വേണം സാമ്പിൾസിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ അസംഷൻസ് ദ സാമ്പിൾസ് ആർ സെലക്റ്റഡ് റാൻഡം വൈസ് ആയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. രണ്ടാമത് അതിനകത്ത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പോപ്പുലേഷൻ ഡേറ്റ ഏത് കാറ്റഗറി വരുന്നതായിരിക്കണം, ക്വാണ്ടിറ്റേറ്റീവ് മീൻസ് ന്യൂമറിക്കൽ ഡേറ്റാസ് ആയിരിക്കണം. ദെൻ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്, വേരിയൻസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡേറ്റ ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. ദെൻ അടുത്ത വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹോമോജിനിറ്റി ഓഫ് വേരിയൻസ് ആയിരിക്കണം. ദെൻ ലാസ്റ്റിലെ അസംഷൻസ് പറഞ്ഞാൽ എന്താണ്, സാമ്പിൾ സൈസ് സ്മോൾ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലെസ് ദാൻ 30 ആണെങ്കിൽ, അതുപോലെ തന്നെ സാമ്പിൾ സൈസ് ലെസ് ദാൻ 30യും അതുപോലെ എസ് ടി എന്ന് പറഞ്ഞാൽ ഏതാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോണുമാണെങ്കിൽ, അതായത് സാമ്പിൾ സൈസ് ലെസ് ദാൻ 30യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോണുമാണെങ്കിൽ നമ്മൾ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്, ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ക്രൈറ്റീരിയ അങ്ങ് ഫോളോ ചെയ്താൽ മതി. സാമ്പിൾ സൈസ് ലെസ് ദാൻ 30യും സ്റ്റാൻഡേർഡ് ഡീവിയേഷന് അല്ലെങ്കിൽ എസ് ഡി എന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല, അൺനോണുമാണെങ്കിൽ നമ്മൾ ഏത് ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ, ടി ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ. പാരാമെട്രിക്കൽ ടെസ്റ്റിനകത്തെ ഒന്നാമത്തെ ടെസ്റ്റ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്, ടി ടെസ്റ്റ്. വേറെ പേരെന്തുവായിരുന്നു, സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത ആളാരാണ്, WS ഗോസെറ്റ് ആണ്. 1908 ഈ ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ആ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ആണ്. അതിനകത്ത് പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സാമ്പിൾ സൈസ് അല്ലെങ്കിൽ സാമ്പിൾ ഡേറ്റ എങ്ങനെയാണ് ഡ്രോൺ ചെയ്യുന്നത്, റാൻഡം വൈസ്, അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, സാമ്പിൾസിനെ ഡ്രോൺ ചെയ്യും. അതുപോലെ സാമ്പിൾസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അവിടെ എന്തുമാണ്, അൺനോണും ആയിരുന്നു. ദെൻ അസംഷൻസ് ഓഫ് ടി ടെസ്റ്റ് ആണ് പറഞ്ഞത്. എന്തൊക്കെ അസംഷൻസ് ആണുള്ളത്, ഒന്ന് സാമ്പിളിനെ എങ്ങനെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ, റാൻഡം വൈസ് ആയിട്ട് മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ അസംഷൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡേറ്റാസ് ഏത് കാറ്റഗറി അല്ലെങ്കിൽ ഏത് നേച്ചറിൽ വരുന്നതാണ്, ക്വാണ്ടിറ്റേറ്റീവ് നേച്ചറിൽ വരുന്നതാണ്. ദെൻ സാമ്പിൾ വേരിയൻസ് ഏത് കാറ്റഗറി വരും, ഹോമോജിനിറ്റി ആണ് അല്ലെങ്കിൽ സെയിം വേരിയൻസ് ആയിരിക്കണം വരേണ്ടത്. ദെൻ സാമ്പിൾ സൈസ് ലെസ് ദാൻ എത്ര ആയിരിക്കണം, 30യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോണുമാണെങ്കിൽ ആ ഏത് ടെസ്റ്റ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ, ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ യൂസസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഓഫ് ടി ടെസ്റ്റ്, ടി ടെസ്റ്റിൻ്റെ യൂസസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. എന്തൊക്കെ യൂസസ് ആണ് നോക്കിയേ. To test the given population, the mean when the sample is small. നമ്മൾ പറഞ്ഞ തന്നെ സാമ്പിൾ എന്തുമായിരിക്കും അവിടെ, സ്മോൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, ലെസ് ദാൻ 30 ആണ്. ആൻഡ് പോപ്പുലേഷൻ എസ് ടി എന്ന് വെച്ചാൽ എന്തുമായിരിക്കും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അവിടെ എന്തുവാണ്, അൺനോണുമാണ് അല്ലെങ്കിൽ നോട്ട് നോൺ അല്ലെങ്കിൽ അൺനോണുമാണെങ്കിൽ ഏത് ടെസ്റ്റ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ, ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഏത് ടെസ്റ്റ് അവിടെ അപ്ലൈ ചെയ്യണം, ടി ടെസ്റ്റ് വേണം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കണം നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ സാമ്പിൾ സൈസ് എത്ര ആണെന്ന് നോക്കണം. സാമ്പിൾ സൈസ് സ്മോൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, ലെസ് ദാൻ 30യും. ദെൻ പോപ്പുലേഷൻ എസ് ഡി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, നോട്ട് ടു നോൺ അല്ലെങ്കിൽ അൺനോണുമായിരിക്കണം. അൺനോണുമാണെങ്കിൽ ഏത് ടെസ്റ്റാണ് അപ്ലൈ അല്ലെങ്കിൽ ഏത് ടെസ്റ്റ് വേണം അവിടെ യൂസ് ചെയ്യാൻ, ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ടു ടെസ്റ്റ്. അത് നമ്മൾ വന്നേക്കുന്നത് എന്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, പോപ്പുലേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, തന്നിട്ടുള്ള പോപ്പുലേഷൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയ ആയിരുന്നു സാമ്പിൾ സൈസ് ലെസ് ദാൻ 30യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോണുമാണെങ്കിൽ നമുക്ക് എന്ത് ടെസ്റ്റ് ചെയ്യാം, ടി ടെസ്റ്റ് വെച്ചിട്ട് പോപ്പുലേഷൻ ടെസ്റ്റ് ചെയ്യാം. ഇനി രണ്ടാമത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ പോപ്പുലേഷനകത്ത് വരുന്ന രണ്ട് സാമ്പിൾ എയും ബി എന്ന് പറയുന്ന രണ്ട് സാമ്പിളിൻ്റെ ഇക്വാളിറ്റി അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആയിരിക്കണം നമ്മളവിടെ ഫോളോ ചെയ്യേണ്ടത്. മീൻ വെൻ ദ സാമ്പിൾസ് ആർ സ്മോൾ, അവിടെ സാമ്പിൾസ് എന്താണ്, സ്മോൾ ആണ്, മീൻസ് എന്തായിരിക്കും, ലെസ് ദാൻ 30യും പോപ്പുലേഷൻ എസ് ഡി എന്തുമായിരിക്കും, അൺനോണുമാണ്. നമ്മൾ ഈ പറഞ്ഞ സെയിം കണ്ടീഷൻ തന്നെ, പക്ഷേ അവിടെ
പോപ്പുലേഷൻ ആണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്തുമായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്? രണ്ട് സാമ്പിൾസിന്റെ ഇക്വാളിറ്റി ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സാമ്പിൾസിന്റെ ഇക്വാളിറ്റിയും ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം? സാമ്പിൾ സൈസ് ലെസ് ദാൻ 30യും പോപ്പുലേഷൻ SD എന്തുമാണ്? അൺനോണുമാണ്. ഇനിയിപ്പോൾ വേറെ കോൺസെപ്റ്റ് പറയാം. സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 എന്നാൽ പോപ്പുലേഷൻ SD നോണുവാണെങ്കിൽ നമുക്ക് എന്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല? ആ പോപ്പുലേഷനകത്തെ രണ്ട് സാമ്പിളിൻ്റെ ഇക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാമ്പിൾ സൈസ് ലെസ് ദാൻ 30യും പോപ്പുലേഷൻ SD എന്തുമായിരിക്കണം? അൺനോണും ആണെങ്കിൽ മാത്രമേ ഇക്വാളിറ്റി രണ്ട് സാമ്പിളിൻ്റെ ഇക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? ആ T ടെസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനോ പറ്റത്തുള്ളൂ. ദെൻ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ടെസ്റ്റ് ദ ഡിഫറൻസ് ഇൻ വാല്യൂ ഓഫ് ടു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻ്റ് അല്ല, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് സാമ്പിൾ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ രണ്ട് ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസിൻ്റെ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? T ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഡിഫറൻസ് ഇൻ വാല്യൂസ് ഓഫ് ടു ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസ്. ആ എടുക്കുന്ന രണ്ട് സാമ്പിൾ പരസ്പരം എന്തായിരിക്കും? ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ആ രണ്ട് സാമ്പിൾസിൻ്റെ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് ടെസ്റ്റ് ചെയ്യാനും നമ്മൾ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? T ടെസ്റ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ദെൻ നാലാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോറിലേഷൻ കോയിഫിഷ്യൻ്റ്. അത് തന്നിട്ടുള്ള സാമ്പിൾസിൻ്റെ കോറിലേഷൻ കോയിഫിഷ്യൻ്റിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ കോറിലേഷൻ കോയിഫിഷ്യൻ്റ്, അതായത് തന്നിട്ടുള്ള വാല്യൂസ് തമ്മിൽ റിലേറ്റഡ് ആണോ, അത് പോസിറ്റീവ് റിലേറ്റഡ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് റിലേറ്റഡ് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ഏത് ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്? T ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ യൂസസ് ഓഫ് T ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന്, തന്നിട്ടുള്ള പോപ്പുലേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ക്രൈറ്റീരിയ നോക്കണം? ഒന്ന്, സാമ്പിൾ സൈസ് ലെസ് ദാൻ 30യും പോപ്പുലേഷൻ SD അൺനോണും ആണെങ്കിൽ പോപ്പുലേഷനെ നമുക്ക് എന്ത് ചെയ്യാം? ഗിവൻ പോപ്പുലേഷനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ, രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് സാമ്പിൾസിൻ്റെ ഇക്വാളിറ്റി നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കണ്ടീഷൻസ് നോക്കണം? സാമ്പിൾ സൈസ് ലെസ് ദാൻ 30യും പോപ്പുലേഷൻ SD അൺനോണും ആണെങ്കിൽ രണ്ട് സാമ്പിൾസ് തമ്മിലുള്ള ഇക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഏത് ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും? T ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? രണ്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്, ഇൻഡിപെൻഡൻ്റ് അല്ല ഡിപ്പെൻഡൻറ്റ്, രണ്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിലുള്ള വാല്യൂസിൻ്റെ ഡിഫറൻസ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? T ടെസ്റ്റ് ആണ് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നത്. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ രണ്ട് സാമ്പിൾസ് അല്ലെങ്കിൽ ആ രണ്ട് വേരിയബിൾസിൻ്റെ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? T ടെസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് T ഡിസ്ട്രിബ്യൂഷൻ ടെസ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇത്രയും യൂസസ് എത്രയാണോ? 4 എണ്ണമാണ് ഏതിൻ്റെ യൂസസ് ആയിട്ട് പറയുന്നത്? T ടെസ്റ്റിൻ്റെ യൂസസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനായിട്ട് പറയുന്നത് എത്ര എണ്ണമാണ്? 4 എണ്ണമാണ് വരുന്നത്. ദെൻ അടുത്ത നോക്കിയേ, ടൈപ്സ് ഓഫ് T ടെസ്റ്റ്. T ടെസ്റ്റിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ടൈപ്പാണ് എന്തെന്ന് പറയുന്നത്? വൺ സാമ്പിൾ T ടെസ്റ്റ്. ഒന്നാമത്തെയാണ് വൺ സാമ്പിൾ T ടെസ്റ്റ്. രണ്ടാമത്തെ എന്താണ്? 2 സാമ്പിൾ T ടെസ്റ്റ്. മൂന്നാമത്തെ പെയ്ഡ് സാമ്പിൾ T ടെസ്റ്റ്. അപ്പോൾ മൊത്തം T ടെസ്റ്റിൻ്റെ ടൈപ്സ് എന്ന് പറഞ്ഞാൽ എത്ര T ടെസ്റ്റ് നമുക്ക് വരുന്നുണ്ട്? 3 ടൈപ്സ് ഓഫ് T ടെസ്റ്റുകളാണ് വരുന്നത്. ഏതൊക്കെ? ഒന്ന്, വൺ സാമ്പിൾ T ടെസ്റ്റ്, ദെൻ 2 സാമ്പിൾ T ടെസ്റ്റ്, മൂന്നാമത്തെ എന്താണ്? പെയ്ഡ് സാമ്പിൾ T ടെസ്റ്റ്. അപ്പം എത്ര ടൈപ്സ് ആണ്? 3 ടൈപ്സ്. ഒന്നാമത്തെ നമുക്ക് നോക്കാം. എന്താ ഒന്നാമത്തെ എന്ന് പറയുന്നത്? വൺ സാമ്പിൾ T ടെസ്റ്റ്. എന്താ വൺ സാമ്പിൾ T ടെസ്റ്റ്? അപ്പോൾ നമ്മളത് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്? ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തറ്റിക്കൽ ടെസ്റ്റ് ആണ്. വിച്ച് കമ്പയർ എന്തുമായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ മീൻ വാല്യൂസ് ആയിരിക്കും കമ്പയർ ചെയ്യുന്നത്. വിച്ച് കമ്പയർ ദ സാമ്പിൾ മീൻ ടു നോൺ വാല്യൂസ്. നമ്മൾ അത്രയും അത് മുമ്പേ പറഞ്ഞ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അവിടെ എന്താണ്? അൺനോൺ ആണ്. അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കോൺസെപ്റ്റ്. എന്നാൽ വൺ സാമ്പിൾ T ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സാമ്പിൾസിൻ്റെ മീൻ നമ്മൾ എന്താണ്? കമ്പയർ ആണ് ചെയ്യുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ കാറ്റഗറിയിൽ വരുന്ന വാല്യൂസ് ആയിരിക്കും വരുന്നത്. അങ്ങനെയുള്ള ഒരു സാമ്പിളിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ T ടെസ്റ്റിനകത്ത് ഏത് വേണം യൂസ് ചെയ്യാൻ? വൺ സാമ്പിൾ T ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ എന്താ വൺ സാമ്പിൾ T ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് വിച്ച് ഈസ് യൂസ്ഡ് ടു കമ്പയർ ദ സാമ്പിൾ മീൻ ടു എ നോൺ വാല്യൂസ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. സാമ്പിൾ
മീൻ ടു നോൺ വാല്യൂസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ ഏത് ടി ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ? വൺ സാമ്പിൾ ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആ വൺ സാമ്പിൾ ടി ടെസ്റ്റ് കാണാനുള്ള ഇക്വേഷൻസ് എന്താണ്? ടി ഈസ് ഈക്വൽ എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എസ് ഡിവൈഡഡ് ബൈ എന്താണ്? റൂട്ട് എൻ. അപ്പോൾ എന്താണ് ഏതാ വൺ സാമ്പിൾ ടി ടെസ്റ്റ് കാണുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ഈസ് ഈക്വൽ എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എസ് ഡിവൈഡഡ് ബൈ എന്താണ്? റൂട്ട് എൻ. അതാണ് ഏത് കാണാനുള്ള ഇക്വേഷൻസ്? വൺ സാമ്പിൾ ടി ടെസ്റ്റ് കാണാനുള്ള ഇക്വേഷൻസ്. ഇനി ഓരോന്നും എന്താ നോക്കാം. ടി അറിയാവുന്ന എന്താണ്? ടി ടെസ്റ്റ് ആണ്. എന്താണ് എക്സ് ബാർ? എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? സാമ്പിൾ മീൻ. അതല്ലേ നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. സാമ്പിൾ മീനെ കമ്പയർ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിക്കൽ ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? വൺ സാമ്പിൾ ടെസ്റ്റ്. അപ്പോൾ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ മീൻ ആണ്. ദെൻ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ മീൻ ആണ്. അതായത് സാമ്പിൾ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സാമ്പിൾ മീൻ, അതായത് നമ്മൾ എടുത്തിട്ടുള്ള പോപ്പുലേഷൻ. അപ്പം 10 പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ആ 10 എണ്ണമാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? സാമ്പിൾ എന്ന് പറയുന്നത്. എനിക്ക് ആ 10 എണ്ണത്തിൽ നിന്ന് നമ്മളൊരു 3 എണ്ണം എടുത്തെന്നിരിക്കട്ടെ, ആ 3 എന്നുള്ളതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? സാമ്പിൾ മീൻ. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എക്സ് ബാർ എന്നായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ മ്യൂ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ മീൻ. അതിലെ 10 എണ്ണമാണ് നമ്മൾ പോപ്പുലേഷനായിട്ട് എടുക്കുന്നതെങ്കിൽ ആ 10 ആയിരിക്കും അവിടുത്തെ എന്തെന്ന് പറയുന്നത്? പോപ്പുലേഷൻ മീൻ. അതിന് നമ്മൾ മ്യൂ എന്നാണ് പറയുന്നത്. ദെൻ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതായത് നമ്മൾ എടുത്തിട്ടുള്ള ആ 10 പോപ്പുലേഷനിൽ നിന്നും 3 സാമ്പിളിനെയാണ് എടുക്കുന്നതെങ്കിൽ ആ 3 സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതാണ് എന്തെന്ന് പറയുന്നത്? എസ്. എസ് എന്ന് പറയുന്നത് എന്താണ്? സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ദെൻ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഒബ്സർവേഷൻ. എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 10 ആണ് നമ്മുടെ ഒബ്സർവേഷൻ എങ്കിൽ ആ 10 ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? എൻ എന്ന് പറയുന്നത്. അപ്പോൾ വൺ സാമ്പിൾ ടി ടെസ്റ്റ് കാണുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ഈസ് ഈക്വൽ എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എസ് ഡിവൈഡഡ് ബൈ എന്താണ്? റൂട്ട് എൻ ആണ്. അതിനകത്തെ എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? സാമ്പിൾ മീനും, മ്യൂ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മീനാണ്? പോപ്പുലേഷൻ മീനും, ദെൻ എസ് എന്ന് പറഞ്ഞാൽ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും, എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ആ എന്നിൻ്റെ റൂട്ട് എടുക്കുവാണ്, നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അതാണ് ഏത് കാണുന്ന ഇക്വേഷൻസ്? വൺ സാമ്പിൾ ടി ടെസ്റ്റ് കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻസ്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ട് നമ്മളിത് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് ഇഫ് ആൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ടി, അതായത് ആ ടി ടെസ്റ്റിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ. അതായത് നമ്മൾ ആ ഇക്വേഷൻ, ഏത് ഇക്വേഷനാണ്? ഈ പറഞ്ഞുള്ള ഇക്വേഷൻസ് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂസ് നമ്മൾ പറയുന്ന പേരെന്താണ്? ടി വാല്യൂ എന്നാണ് പറയുന്നത്. ആ ടി വാല്യൂ എന്തിനേക്കാട്ടിൽ? ഈസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂസിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള നൾ ഹൈപ്പോത്തിസിനെ നമ്മൾ എന്ത് ചെയ്യുവാണ് അവിടെ ചെയ്യുന്നത്? റിജക്ഷൻ ആണ് ചെയ്യുന്നത്. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള നൾ ഹൈപ്പോത്തിസിനെ എന്ത് ചെയ്യണം? റിജക്ഷൻ ചെയ്യണം. എപ്പോഴാണ് റിജക്ഷൻ ചെയ്യുന്നത്? വെൻ ടി വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ എന്തിനേക്കാട്ടിൽ? ടേബിൾ വാല്യൂവിനെക്കാട്ടിൽ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ we can reject the null hypothesis. നമ്മൾ എന്തിനെ റിജക്റ്റ് ചെയ്യും? നൾ ഹൈപ്പോത്തിസിനെ റിജക്റ്റ് ചെയ്യും. ഇനി തിരിച്ചെന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ദ ഒബ്റ്റൈൻഡ് വാല്യൂ മീൻസ് ദ ടേബിൾ വാല്യൂ ഈസ് ലെസ് ടേബിൾ വാല്യൂ ടി വാല്യൂ, ദ ടി വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമ്മൾ അതിനെ എന്താണ് ചെയ്യുന്നത്? നൾ ഹൈപ്പോത്തിസിനെ നമ്മൾ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പം വൺ സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിക്കൽ ടെസ്റ്റ് ആണ്. നമ്മൾ എന്തുവാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്? ടു കമ്പയർ ദ സാമ്പിൾ മീൻ ആയിരിക്കും കമ്പയർ ചെയ്യുന്നത്. പക്ഷേ സാമ്പിൾ മീൻ കമ്പയർ ചെയ്യുമ്പോൾ ടു നോൺ വാല്യൂസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നതിനെ കമ്പയർ ചെയ്യുന്നത്. ഇക്വേഷൻ എന്താണ്? ടി ഈസ് ഈക്വൽ എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എസ് ഡിവൈഡഡ് ബൈ റൂട്ട് എൻ എന്നാണ് ഏത് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ്? വൺ സാമ്പിൾ ടി ടെസ്റ്റ് കാണുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്ത് കിട്ടുന്ന വാല്യൂസിൽ നിന്ന് നമ്മൾ പറയുന്ന പേര് ടി വാല്യൂസ് എന്നാണ്, അല്ലെങ്കിൽ ഒബ്റ്റൈൻഡ് വാല്യൂസ് എന്നായിരിക്കും പറയുന്നത്. ആ ടി വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തിസിനെ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. അതായത് ടി വാല്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ നൾ ഹൈപ്പോത്തിസിനെ എന്ത് ചെയ്യുവാണ് ചെയ്യുന്നത്? റിജക്ഷൻ ചെയ്യുകയും ദെൻ ടി വാല്യൂ അല്ലെങ്കിൽ ഒബ്റ്റൈൻഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ നൾ ഹൈപ്പോത്തിസിനെ നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്യും? അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു കൺക്ലൂഷൻസ് തിരിഞ്ഞു പോകരുത്. ടി വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ റിജക്ഷൻസും, ദെൻ ടി വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ അതെന്തുമായിരിക്കും? അക്സെപ്റ്റൻസും ആയിരിക്കും വരുന്നത്. ദെൻ രണ്ടാമത്തെ ടെസ്റ്റാണ് ടി ടെസ്റ്റിനകത്ത് രണ്ടാമത്തെ ആണെന്ന് പറയുന്നത് ടു സാമ്പിൾ ടി ടെസ്റ്റ്. രണ്ടാമത്തെ ആണ് എന്തെന്ന് പറയുന്നത്?
ടു സാമ്പിൾ ടി ടെസ്റ്റ്. അവിടെ നോക്കിയേ, നമ്മൾ മറ്റേതിനകത്ത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്തുവാണ്, ഒരു സാമ്പിൾ മീനിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്തുമായിരിക്കും, ടു ഗ്രൂപ്പിൻ്റെ മീൻ വാല്യൂസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിറ്റർമൈൻ ഇഫ് ദേ ആർ ഡിഫറെൻറ്റ്, ആ രണ്ട് ഗ്രൂപ്പ്സും എന്താണ് ഡിഫറെൻറ്റ് നേച്ചറിൽ വരുന്നതായിരിക്കും. ആ രണ്ട് ഗ്രൂപ്പ്സിൻ്റെ മീൻ വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടി ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ടു സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടു സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കമ്പയർ ദ മീൻസ് ഓഫ് ടു ഗ്രൂപ്പ് ഇഫ് ദേ ആർ ഡിഫറെൻറ്റ്. രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള മീന് കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടി ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ടു സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വേറെ പേരെന്തുമായിരിക്കും, രണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, രണ്ട് സാമ്പിൾ, ഇപ്പോൾ എയും ബിയും എന്ന് പറഞ്ഞാൽ രണ്ട് സാമ്പിൾ ആണെങ്കിൽ രണ്ട് സാമ്പിളും എന്താണ്, ഒരിക്കലും അവർ പരസ്പരം എന്ത് കാണുന്നത്, റിലേഷൻ കാണത്തില്ല. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്, അവർ ഒരിക്കലും എന്തല്ല, ഡിപ്പെൻഡൻ്റ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് ഈ ടു സാമ്പിൾ ടി ടെസ്റ്റിന് പറയുന്ന വേറെ പേരെന്താണ്, ഇൻഡിപെൻഡൻ്റ് സാമ്പിൾ ടി ടെസ്റ്റ് എന്നായിരിക്കും പറയുന്നത്. എന്താണ് വേറെ പേര്, ഇൻഡിപെൻഡൻ്റ് സാമ്പിൾ ടി ടെസ്റ്റ്. കാരണം എന്താണ്, രണ്ട് ഗ്രൂപ്പ്സും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് പറയുന്ന പേരാണിതെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഫോർമുല നോക്കിയാൽ മറ്റേ കാട്ടി കുറച്ചും കൂടെ എന്താ വേരിയബിൾസ് വരുന്നതേ ഉള്ളൂ. നോക്കാം, ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്, ടി ഈസ് ഈക്വൽ x1 മൈനസ് x2. അപ്പോൾ രണ്ട് വേരിയബിൾ ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞ രണ്ട് വേരിയബിൾ തമ്മിലുള്ള വാല്യൂസ് ആണെന്ന്. അപ്പോൾ എന്തൊക്കെയുണ്ട്, x1 ഉണ്ട് x2 ഉണ്ട്. അപ്പോൾ x1 എന്ന് പറയുന്ന വേരിയബിളും x2 എന്ന് പറയുന്ന വേരിയബിൾ, അതായത് x1 മൈനസ് x2 ഡിവൈഡഡ് ബൈ s1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് x2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താണ്, n2. അതായത് രണ്ട് വേരിയബിൾ വന്നതുകൊണ്ടാണ് ഈ s1ഉം s2ഉം അല്ലെങ്കിൽ n1ഉം n2ഉം വന്നേക്കുന്നത്. രണ്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഓർത്തോണം ഏത് ടെസ്റ്റാണ്, ടു സാമ്പിൾ ടി ടെസ്റ്റ് ആണ്. അപ്പോൾ ടു സാമ്പിൾ ടി ടെസ്റ്റ് കാണുന്ന ഇക്വേഷൻ എന്താണ്, x1 മൈനസ് x2 ഡിവൈഡഡ് ബൈ x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് x2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 ഡിവൈഡഡ് ബൈ n2. ഇതാണ് ഏത് കാണാനുള്ള ഇക്വേഷൻസ്, ടു സാമ്പിൾ ടി ടെസ്റ്റ് കാണാനുള്ള ഇക്വേഷൻസ്. ഇനി ഓരോന്നും എന്താ നോക്കാം. എന്താണ് x1 എന്ന് പറഞ്ഞാൽ എന്താണ്, സാമ്പിൾ 1ൻ്റെ മീനാണ്. അത് ഒന്നാമത്തെ സാമ്പിളിൻ്റെ മീനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, x1 എന്ന് പറയുന്നത്. അപ്പോൾ x2 എന്ന് പറയുന്നത് എന്തുമായിരിക്കും, രണ്ടാമത്തെ സാമ്പിളിൻ്റെ എന്തായിരിക്കും, മീനാണ്. രണ്ട് സാമ്പിൾ ഉള്ളത് കൊണ്ടാണ്. ഇനി അടുത്ത ഏതാണ്, s1 എന്ന് പറയുന്നത് എന്തുമായിരിക്കും, ഒന്നാമത്തെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും s2 എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും, രണ്ടാമത്തെ സാമ്പിളിൻ്റെ എന്തുമായിരിക്കും, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആയിരിക്കും. ദെൻ n1ഉം n2 എന്തുമായിരിക്കും, ഒന്നാമത്തെ സാമ്പിളിൻ്റെ സൈസും n2 എന്ന് പറയുന്നത് എന്തുമായിരിക്കും, രണ്ടാമത്തെ സാമ്പിളിൻ്റെ സൈസും ആയിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്, n1ഉം n2 എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ്, x1 മൈനസ് x2. x1 എന്ന് പറയുന്നത് എന്തുമായിരിക്കും, സാമ്പിൾ 1ൻ്റെ മീന്. ദെൻ x2 എന്ന് പറഞ്ഞാൽ എന്താണ്, x2 എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും, രണ്ടാമത്തെ സാമ്പിളിൻ്റെ മീന് ഡിവൈഡഡ് ബൈ s1 എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും, ഒന്നാമത്തെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദെൻ x2 അതിൻ്റെ എല്ലാം സ്ക്വയർ എടുക്കണം. x2 എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും, രണ്ടാമത്തെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദെൻ n1 എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും, ഒന്നാമത്തെ സാമ്പിളിൻ്റെ സാമ്പിൾ സൈസും. n2 എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും, രണ്ടാമത്തെ സാമ്പിളിൻ്റെ എന്തുമായിരിക്കും, സാമ്പിൾ സൈസുമാണ്. അതാണ് എന്ന് പറയുന്നത് ഏത് കാണാനുള്ള ഇക്വേഷന്, ടു സാമ്പിൾ ടി ടെസ്റ്റ് കാണാനുള്ള ഇക്വേഷൻസ്. ഈ ഒന്നാമത്തെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കുമ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കണേ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ 15ഉം രണ്ടാമത്തെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ 10ഉം ആണെങ്കിൽ, ഒന്നാമത്തെ സാമ്പിളിൻ്റെ മീൻ എന്ന് പറയുന്ന 15ഉം രണ്ടാമത്തെ സാമ്പിളിൻ്റെ മീൻ എന്ന് പറയുന്ന 10 ഡിവൈഡഡ് ബൈ ഒന്നാമത്തെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ആണെങ്കിൽ 5ൻ്റെ സ്ക്വയറ് പ്ലസ് രണ്ടാമത്തെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 10 ആണെങ്കിൽ 10ൻ്റെ സ്ക്വയറ് ഡിവൈഡഡ് ബൈ ഒന്നാമത്തെ സാമ്പിളിൻ്റെ സൈസ് അത് 3 ആണെങ്കിൽ 3, രണ്ടാമത്തെ സാമ്പിളിൻ്റെ സൈസ് 4 ആണെങ്കിൽ 4. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ്, രണ്ട് സാമ്പിൾസ് വന്നതുകൊണ്ടാണ് x1ഉം x2ഉം വന്നത്. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2, അല്ലെങ്കിൽ സാമ്പിൾ സൈസ് 1, സാമ്പിൾ സൈസ് 2 എന്ന് വന്നേക്കുന്നത്. കാരണം അവിടെ എത്ര സാമ്പിൾസ് ആണ് വന്നേക്കുന്നത്, 2 ഗ്രൂപ്പ്സ് ആണ് വന്നേക്കുന്നത്. ആ 2 ഗ്രൂപ്പ്സിൻ്റെ
ഹൈപ്പോത്തീസിസ് വാല്യൂസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടി ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് 2 സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത് പെയ്ഡ് സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് പെയ്ഡ് സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം സബ്ജക്റ്റ് അല്ലെങ്കിൽ സെയിം ഗ്രൂപ്പ് മെഷർ ചെയ്യാം. പക്ഷേ സെയിം സബ്ജക്റ്റ് അല്ലെങ്കിൽ സെയിം ഗ്രൂപ്പ് ആണെങ്കിലും അതിൻ്റെ വാല്യൂസ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ 2 മെഷർമെൻറ്റ് 2 ഡിഫറെൻറ്റ് മെഷർമെൻറ്റ് യൂസ് ചെയ്യുക. എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്? സെയിം ഗ്രൂപ്പ് അല്ലെങ്കിൽ സെയിം സബ്ജക്റ്റിൻ്റെ സാമ്പിൾസ് അല്ലെങ്കിൽ മീൻ കമ്പയർ ചെയ്യാൻ വേണ്ടി 2 ഡിഫറെൻറ്റ് മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്ന ടി ടെസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് പെയ്ഡ് സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് കമ്പയർ ദ മീൻ ഓഫ് 2 മെഷർമെൻറ്റ് ഫ്രം സെയിം സബ്ജക്റ്റ് ഓർ ഗ്രൂപ്പ് ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? പെയ്ഡ് സാമ്പിൾ ടി ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ഇഫ് ദ മീൻ ഡിഫറൻസ് ബിറ്റ്വീൻ 2 മെഷർമെൻറ്റ് ഈസ് 0. 2 വാല്യൂസ് നമ്മളുടെ മെഷർമെൻറ്റ് 0 ആണെങ്കിലും നമ്മൾ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? പെയ്ഡ് ടി ടെസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഏതെന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? 1 സാമ്പിൾ ടി ടെസ്റ്റ്. എന്ത് പറയുന്നത് 1 സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പിളിൻ്റെ എന്താണ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സാമ്പിളിൻ്റെ മീൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നോൺ വാല്യൂസ് വെച്ച് യൂസ് ചെയ്യുന്നതിനെയാണ് 1 സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇക്വേഷൻ എന്താണ്? ടി ഈസ് ഈക്വൽ എക്സ് ബാർ മൈനസ് മ്യൂ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിളിൻ്റെ മീന് മൈനസ് മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ്റെ മീന് ഡിവൈഡഡ് ബൈ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ദെൻ രണ്ടാമത്തെ ടി ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് 2 സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയും. അവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന എന്തുമായിരിക്കും? 2 ഗ്രൂപ്പ്സിൻ്റെ മീൻ വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹൈപ്പോത്തിക്കൽ ടെസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് 2 സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇക്വേഷൻ എന്തോന്നായിരുന്നു? x1 മൈനസ് x2. എന്തുവായിരുന്നു x1 എന്ന് പറഞ്ഞാൽ? സാമ്പിൾ 1ൻ്റെ മീന് മൈനസ് സാമ്പിൾ 2ൻ്റെ മീന് ഡിവൈഡഡ് ബൈ x1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? സാമ്പിൾ 1ൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് പ്ലസ് x2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? സാമ്പിൾ 2ൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ഒന്നാമത്തെ സാമ്പിളിൻ്റെ സാമ്പിൾ സൈസ് n1ഉം രണ്ടാമത്തെ സാമ്പിളിൻ്റെ സാമ്പിൾ സൈസ് എന്തുമായിരിക്കും? n2 ആണ്. ദെൻ മൂന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത് പെയ്ഡ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. പെയ്ഡ് ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന എന്തുമായിരിക്കും? 2 മെഷർമെൻറ്റ് വെച്ചിട്ട് സെയിം ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്താണ് സെയിം സിറ്റുവേഷൻ അല്ലെങ്കിൽ സെയിം സബ്ജക്റ്റ് അല്ലെങ്കിൽ സെയിം ഗ്രൂപ്പിൻ്റെ മീൻ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് മെഷർമെൻറ്റ് യൂസ് ചെയ്ത് നമ്മൾ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പെയ്ഡ് ടി ടെസ്റ്റ് അല്ലെങ്കിൽ പെയ്ഡ് സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പാരാമെട്രിക്കൽ ടെസ്റ്റ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്? ടി ടെസ്റ്റ് ഡെവലപ്പ് ചെയ്ത ആരാണ്? WS ഗോസെറ്റ് ആണ്. വർഷം എന്നാൽ 1908 ആണ്. വേറെ പേരെന്തുമായിരുന്നു? സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ എന്നായിരുന്നു പറയുന്നത്. അത് അല്ലെങ്കിൽ ആ ടി ടെസ്റ്റ് എപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? പോപ്പുലേഷൻ സാമ്പിൾസിനെ റാൻഡം വൈസ് മീൻസ് എന്തായിരിക്കും? നോർമലി ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ബേസിസിൽ സെലക്ട് ചെയ്യുകയും ഡ്രോൺ ചെയ്യുകയും വേണം. അതുപോലെ പോപ്പുലേഷൻ SD എന്തുവാണ്? അൺനോണും ആണെങ്കിലും നമ്മൾ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് പോപ്പുലേഷൻ മീൻസ് സാമ്പിൾ സൈസ് ലെസ് ദാൻ 30യും പോപ്പുലേഷൻ SD അൺനോണും ആണെങ്കിൽ നമ്മൾ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ 4 അസംഷൻസ് പറഞ്ഞാൽ ടി ടെസ്റ്റിൻ്റെ ഒന്നാമത്തെ അസംഷൻ എന്തുവായിരുന്നു? ടു ടെസ്റ്റ് എ ഗിവൻ പോപ്പുലേഷൻ. തന്നിട്ടുള്ളൊരു പോപ്പുലേഷനെ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ സാമ്പിൾ സൈസ് ഈസ് സ്മോൾ, ദാറ്റ് ഈസ് എത്ര ആയിരിക്കണം? ലെസ് ദാൻ 30യും പോപ്പുലേഷൻ SD എന്തുമായിരിക്കണം? അൺനോണും ആയിരിക്കണം. രണ്ടാമത് ടു ടെസ്റ്റ് ഇക്വാളിറ്റി ഓഫ് 2 വേരിയബിൾസ്. 2 വേരിയബിൾസിൻ്റെ ഇക്വാളിറ്റിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാമ്പിൾ സൈസ് എന്തുമായിരിക്കും? സ്മോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലെസ് ദാൻ 30യും അത് പോപ്പുലേഷൻ SD എന്തുമായിരിക്കണം? അവിടെ അൺനോണും ആയിരിക്കണം. ദെൻ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 സാമ്പിൾസിൻ്റെ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ്. 2 വ്യത്യസ്ത അല്ലെങ്കിൽ 2 ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസിൻ്റെ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് ടെസ്റ്റ് ചെയ്യാനും നമ്മൾ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എന്താണ്? ആ 2 സാമ്പിൾസ് അല്ലെങ്കിൽ ആ 2 വേരിയബിൾസിൻ്റെ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ടൈപ്സ്
ടൈപ്സ് പറഞ്ഞായിരുന്നു. ഏതൊക്കെ ടൈപ്സ് ആയിരുന്നു? ഒന്ന് വൺ സാമ്പിൾ ടി ടെസ്റ്റ്, രണ്ടാമത്തെ എന്താണ് ടു സാമ്പിൾ ടി ടെസ്റ്റ്, ദെൻ മൂന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത് പെയ്ഡ് സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയും. ദെൻ രണ്ടാമത്തെ പാരാമെട്രിക്കൽ ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഇസഡ് ടെസ്റ്റ്. 4 പാരാമെട്രിക്കൽ ടെസ്റ്റ് ആണ് നമുക്കുള്ളത്. ഒന്ന് ഏതാ? ടി ടെസ്റ്റ്, 2 ഏതാണ്? ഇസഡ് ടെസ്റ്റ്, 3 ഏതാണ്? എഫ് ടെസ്റ്റ്, 4 ഏതാണ്? അനോവയാണ്. അതിന് നമ്മൾ ടി ടെസ്റ്റ് പഠിച്ചു. ദെൻ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ടെസ്റ്റ് ഏതാണ്? ഇസഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, എന്താണ് ഇസഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്? എന്തുവായിരുന്നു ഇസഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇതും എന്ത് തന്നെയാണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ആണ്. യൂസ് ടു ഡിറ്റർമൈൻ വെദർ ദെയർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പോപ്പുലേഷൻ മീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. അതായത് സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും. സാമ്പിൾ മീൻ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? നമ്മൾ മുമ്പ് ടി ടെസ്റ്റിനകത്ത് പറഞ്ഞ സാമ്പിൾ മീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്തുമായിരിക്കും? എക്സ് ബാർ ആയിരുന്നു. ആ എക്സ് ബാറും പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് എന്തുമായിരുന്നു? മ്യൂ ആയിരുന്നു. അപ്പോൾ ആ പോപ്പുലേഷൻ മീൻസ് സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിലുള്ള ഡിഫറൻസ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇസഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇസഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് യൂസ് ടു ഐഡന്റിഫൈ അല്ലെങ്കിൽ there is a significant difference between സാമ്പിൾ മീൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ബാറും ആൻഡ് പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് എന്തുവാണ്? മ്യൂ ആണ്. അല്ലെങ്കിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ ഓഫ് 2 ഗ്രൂപ്പ്സ് തന്നെ പോപ്പുലേഷൻ തന്നിട്ടുള്ള പോപ്പുലേഷനിൽ നിന്നുള്ള 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള മീനിൻ്റെ ഡിഫറൻസ് അതാണ് എന്തെന്ന് പറയുക. അത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഇസഡ് ടെസ്റ്റ്. അതായത് സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ എന്താണ് തന്നിട്ടുള്ള പോപ്പുലേഷനിലുള്ള 2 ഗ്രൂപ്പ്സിൻ്റെ മീനുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ആ 2 കാര്യങ്ങൾ അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും ആ രണ്ടെണ്ണത്തെ ഏത് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമെട്രിക്കൽ ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഇസഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഇസഡ് ടെസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പോപ്പുലേഷൻ വേരിയൻസ് എന്താണ്? നോൺ ആണ്. ദെൻ സാമ്പിൾ സൈസ് എന്തുമായിരിക്കും? ലാർജുമാണ്. മറ്റേ ടി ടെസ്റ്റിനകത്ത് എന്തുമായിരുന്നു? സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 മീൻസ് എന്തുമായിരുന്നു? സ്മോളും പോപ്പുലേഷൻ എസ് ഡി അവിടെ എന്തുമാണ്? അൺനോണും ആണെങ്കിൽ ഏത് ടെസ്റ്റ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ടി ടെസ്റ്റ് ആണ്. എന്നാൽ ഇസഡ് ടെസ്റ്റിനകത്ത് വരുമ്പോൾ എന്താണ്? വേരിയൻസ് അവിടെ നമുക്ക് നോൺ മീൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അവിടെ എന്താണ്? നോൺ അറിയാം. ദെൻ പോപ്പുലേഷൻ സൈസ് എന്തുമായിരിക്കും? ലാർജും ആണെങ്കിൽ ലാർജ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ ഏത് ടെസ്റ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്? ഇസഡ് ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ. ഇസഡ് ടെസ്റ്റ് ഈസ് അപ്ലൈഡ് വെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഏത് ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഫോളോ ചെയ്യണം. അത് നമുക്കറിയാം. പാരാമെട്രിക്കൽ ടെസ്റ്റിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പാരാമെട്രിക്കൽ ടെസ്റ്റിനകത്ത് അല്ലെങ്കിൽ ആ പോപ്പുലേഷൻ ഡേറ്റ നോർമൽ ഡിസ്ട്രിബ്യൂഷനെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് ഏത് കാറ്റഗറിക്കകത്ത് വരുന്ന ടെസ്റ്റ് ആയിരിക്കും? പാരാമെട്രിക്കൽ ടെസ്റ്റ് ആണ്. ആ പാരാമെട്രിക്കിൻ്റെ സബ്ബുകളല്ലേ ടിയും ഇസഡും എഫും അനോവയൊക്കെ. അപ്പോൾ അതെല്ലാം ഏത് ഡിസ്ട്രിബ്യൂഷനായിരിക്കും ഫോളോ ചെയ്യുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതായത് സാമ്പിൾ സൈസ് ലാർജ്. സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ലെസ് ദാൻ 30. സാമ്പിൾ സൈസ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ 30യും പോപ്പുലേഷൻ എസ് ഡി നോണുമാണെങ്കിൽ നമ്മൾ ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഏത് ടെസ്റ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്? ഇസഡ് ടെസ്റ്റ് വേണം യൂസ് ചെയ്യുക. അതായത് ലാർജ് മീൻസ് ഗ്രേറ്റർ ദാൻ 30യും പോപ്പുലേഷൻ എസ് ഡി നോണുമാണെങ്കിൽ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്? ഇസഡ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത ആൾ ആരാണ്? R.A. ഫിഷർ ആണ്. ടി ടെസ്റ്റ് ഡെവലപ്പ് ചെയ്ത ആളേരാ? W.S. ഗോസെറ്റും. ഇസഡ് ടെസ്റ്റ് ഡെവലപ്പ് അല്ലെങ്കിൽ ഇസഡ് ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പബ്ലിഷ് ചെയ്ത ആളാരാണ്? R.A. ഫിഷറുമാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫോർമുല നോക്കി നമ്മൾ മറ്റേ ഫോർമുല പോലെ തന്നെ വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻസ് എസിൻ്റെ സാമ്പിൾ 1ൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാറി ഇവിടെ എന്താവുന്നേ ഉള്ളൂ? വേരിയൻസ് ആവുമെന്നൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇക്വേഷൻസ് ഓക്കെ. എന്താ? ഇസഡ് ഈസ് ഈക്വൽ എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ വേരിയൻസ് റൂട്ട് n ആണ്. റൂട്ട് n ആണ് എടുക്കേണ്ടത്. അതായത് ഇസഡ് കാണുന്ന ഇക്വേഷൻ എങ്ങനെ? എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? സാമ്പിൾ മീനെ മൈനസ് മ്യൂ എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷൻ്റെ പോപ്പുലേഷൻ്റെ മീന് ഡിവൈഡഡ് ബൈ വേരിയൻസ് ഡിവൈഡഡ് ബൈ എന്താണ്? റൂട്ട് n ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഏത് ടെസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ്? ഇസഡ് ടെസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ എന്തായിരുന്നു ഇസഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ എന്താണ്? എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്? ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ
മീന്. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ നോക്കണം. അതായത് നമ്മൾ എടുക്കുന്ന സാമ്പിൾസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡേറ്റ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. സാമ്പിൾ സൈസ് എന്താണ്? ഗ്രേറ്റർ ദാൻ 30യും വേരിയൻസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ എസ് ഡി നോണുമാണെങ്കിൽ നമ്മൾ ഏത് ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ? ഇസഡ് ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ. കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത ആളുടെ പേരെന്താ? RA ഫിഷറാണ് ഡെവലപ്പ് ചെയ്തത്. ഇക്വേഷൻ എന്താണ്? ഇസഡ് ഈസ് ഈക്വൽ എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഡിവൈഡഡ് ബൈ എന്തെടുക്കുക? റൂട്ട് n ആണ്. സെയിം ടി ടെസ്റ്റിന്റെ സെയിം ഇക്വേഷൻ അവിടെ എസ് ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ ഇവിടെ എന്താ എടുക്കുക? വേരിയൻസ് എടുക്കുക എന്നൊരു വ്യത്യാസം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ, ടി ടെസ്റ്റിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പാരാമെട്രിക്കൽ ടെസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഇസഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ടി ടെസ്റ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടി ഈസ് ഈക്വൽ എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് എന്നാണ്. ഇവിടെ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാറി എന്താവുന്നേ ഉള്ളൂ? വേരിയൻസ്. അതിന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ വേരിയൻസ് ആവുന്നേ ഉള്ളൂ. അങ്ങനെ വേരിയൻസ് ആയാൽ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്? ഇസഡ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സാമ്പിൾ സൈസ് ലെസ് ദാൻ 30യും പോപ്പുലേഷൻ എസ് ഡി അൺനോണുമാണ്. സാമ്പിൾ സൈസ് ലെസ് ദാൻ 30യും പോപ്പുലേഷൻ എസ് ഡി അൺനോണുമാണെങ്കിൽ ഏത് ടെസ്റ്റ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ? ടി ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ. ദെൻ സാമ്പിൾ സൈസ് ഗ്രേറ്റർ ദാൻ 30യും പോപ്പുലേഷൻ എസ് ഡി അല്ലെങ്കിൽ വേരിയൻസ് നോണുമാണെങ്കിൽ ഏത് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഇസഡ് ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ. ടി ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാരാ? WS ഗോസെറ്റ് 1908 ആണെങ്കിൽ ഇസഡ് ടെസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത ആളാണ്? RA ഫിഷറാണ് ഇംപ്ലിമെന്റ് ചെയ്തത്. ഇക്വേഷൻ സെയിം ആണ്. ടി ടെസ്റ്റിനകത്ത് ഡിവൈഡ് ചെയ്യേണ്ട ഏത് വെച്ചിട്ടായിരിക്കണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ടി ടെസ്റ്റിനകത്ത് ഡിവൈഡ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇസഡ് ടെസ്റ്റിനകത്ത് ഡിവൈഡ് ചെയ്യേണ്ട ഏതും വെച്ചിട്ടായിരിക്കും? വേരിയൻസും വെച്ച് വേണം എന്ത് ചെയ്യാൻ? ഡിവൈഡ് ചെയ്യാൻ. ഇതാണ് ഏതെന്ന് പറയുന്നത് ടി ടെസ്റ്റ് ഇസഡ് ടെസ്റ്റും വരുന്ന വലിയ ഏകദേശം വരുന്ന ഒരു ഡിഫറൻസ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഏത് ടെസ്റ്റ് വേണം അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഏത് ടെസ്റ്റാണ് പാരാമെട്രിക്കലിനകത്ത് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ടി ടെസ്റ്റ് ആൻഡ് ഇസഡ് ടെസ്റ്റ്. ടി ടെസ്റ്റും ഇസഡ് ടെസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞ മീനിങ് തന്നെയാണ്. ഫസ്റ്റ് മീനിങ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും നമ്മളിവിടെ നോക്കുന്നത്? ടി ടെസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻ ഓഫ് 2 ഗ്രൂപ്പ്സ്. രണ്ടിലും എന്താണ് നോക്കുന്നത്? തന്നിട്ടുള്ള ഗ്രൂപ്പ്സിൻ്റെ മീനാണ് നോക്കുന്നത്. പക്ഷേ അവിടുത്തെ സാമ്പിൾ സൈസിലാണ് എന്ത് വരുന്നത്? വ്യത്യാസം വരുന്നത്. രണ്ടിലും എന്താണ് നോക്കുന്നത്? അല്ലെങ്കിൽ ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് ഓഫ് 2 ഗ്രൂപ്പ്സ് ആയിരിക്കും. പക്ഷേ സാമ്പിൾ സൈസ് സ്മോൾ ആണെങ്കിൽ ഏത് ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ? ടി ടെസ്റ്റ്. സാമ്പിൾ സൈസ് സ്മോൾ എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കണം? ലെസ് ദാൻ 30 ആണെങ്കിൽ ഏത് ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ? ടി ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇസഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയും നമ്മൾ എന്താണ് നോക്കുന്നത്? ടു കമ്പയർ ദ മീൻ ഓഫ് 2 ഗ്രൂപ്പ് ആണ് നോക്കുന്നത്. പക്ഷേ അല്ലെങ്കിൽ ടു കമ്പയർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഏതൊക്കെ? സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ ആണെങ്കിൽ പോലും അവിടുത്തെ സാമ്പിൾ സൈസ് എന്തുമായിരിക്കും? ലാർജും പോപ്പുലേഷൻ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പോപ്പുലേഷൻ വേരിയൻസ് അവിടെ എന്താണ്? നോണുമാണെങ്കിൽ ഏത് ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ? ഇസഡ് ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ. രണ്ടിലും ടി ടെസ്റ്റ് ആയാലും ഇസഡ് ടെസ്റ്റ് ആയാലും നമ്മൾ കമ്പയർ ചെയ്യുന്ന എന്തുമായിരിക്കും? സാമ്പിൾ സൈസിനെയും അതുപോലെ എന്തിനെയായിരിക്കും? പോപ്പുലേഷൻ മീൻ സാമ്പിൾ മീനിനെയും പോപ്പുലേഷൻ മീനിനെ ആയിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. പക്ഷേ അവിടെ എടുക്കുന്ന സാമ്പിൾ സൈസിലും പോപ്പുലേഷൻ എസ് ഡിയിലും വ്യത്യാസം വരും. സാമ്പിൾ സൈസ് സ്മോളും പോപ്പുലേഷൻ എസ് ഡി അൺനോണും ആണെങ്കിൽ ഏത് ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ? ടി ടെസ്റ്റും. സാമ്പിൾ സൈസ് ലാർജും പോപ്പുലേഷൻ വേരിയൻസ് നോണും ആണെങ്കിൽ ഏത് ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ? ഇസഡ് ടെസ്റ്റുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. ദെൻ അടുത്ത ഡിഫറൻസ് നോക്കിയേ, സാമ്പിൾ സൈസ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. സാമ്പിൾ സൈസ് എത്രയാണ്? ലെസ് ദാൻ 30 മീൻസ് സാമ്പിൾ സൈസ് സ്മോൾ ആണ്. സാമ്പിൾ സൈസ് സ്മോൾ അല്ലെങ്കിൽ ലെസ് ദാൻ 30 ആണെങ്കിൽ ടി ടെസ്റ്റും. സാമ്പിൾ സൈസ് ലാർജ് അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 വന്നാൽ അവിടെ എന്തുമായിരിക്കും യൂസ് ചെയ്യേണ്ടത്? ഇസഡ് ടെസ്റ്റും ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 ആണെങ്കിൽ ടി ടെസ്റ്റും, സാമ്പിൾ സൈസ് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ ഏത് ടെസ്റ്റും ആണ് യൂസ് ചെയ്യേണ്ടത്? ഇസഡ് ടെസ്റ്റും ആണ് യൂസ് ചെയ്യേണ്ടത്. അടുത്ത ഡിഫറൻസ് പോപ്പുലേഷൻ വേരിയൻസ് ആണ്. അവിടെ നിന്ന് പറഞ്ഞാൽ ഈ വേരിയൻസിൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതായത് ഈ വേരിയൻസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എന്താണ് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ്. അപ്പോൾ പോപ്പുലേഷൻ വേരിയൻസ് അല്ലെങ്കിൽ വേരിയൻസിൻ്റെ സ്ക്വയർ വിച്ച് മീൻസ് എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അവിടെ എന്തുമായിരിക്കും? അൺനോൺ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്? ടി ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ. അതായത് പോപ്പുലേഷൻ വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അവിടെ എന്താണ്? നോൺ ആണെങ്കിൽ അത് ഏത് ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ? ഇസഡ് ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് അൺനോൺ ആണെങ്കിൽ ടി ടെസ്റ്റും,
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് നോണും ആണെങ്കിൽ ഏത് ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ? ഇസഡ് ടെസ്റ്റ് വേണം യൂസ് ചെയ്യാൻ. ദെൻ അടുത്ത ഡിഫറൻസ് നോക്കിയേ, ഡിസ്ട്രിബ്യൂഷൻ യൂസ്ഡ് ആണ്. അതായത് ടി ടെസ്റ്റിനകത്ത് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിലും അവിടുത്തെ ഏത് ഡിസ്ട്രിബ്യൂഷന് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ? ടി ഡിസ്ട്രിബ്യൂഷന് വേണം. അവിടുത്തെ സാമ്പിൾ സൈസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡേറ്റയാണ് ഏത് കാറ്റഗറിക്കകത്ത് വരുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്ത് വരുന്നത്. പക്ഷെ അത് ഫോളോ ചെയ്യുമ്പോൾ ഏതാണ് ഫോളോ ചെയ്യുന്നത്? സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും എവിടെ ഫോളോ ചെയ്യുന്നത്? ടി ടെസ്റ്റിനകത്ത്. ഇസഡ് ടെസ്റ്റിനകത്ത് വരുമ്പോൾ എന്തുമായിരിക്കും ഫോളോ ചെയ്യുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അടുത്ത ഡിഫറൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അവിടെ എന്തുമായിരിക്കും യൂസ് ചെയ്യുന്നത്? യൂസ് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഇക്വേഷൻ അറിയത്തില്ലേ, എന്താ? എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എസ് ഡിവൈഡഡ് ബൈ റൂട്ട് എൻ. അവിടെ യൂസ് ചെയ്യുന്ന എന്താണ്? അവിടെ യൂസ് ചെയ്യുന്ന സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. എന്നാൽ ഇവിടെ യൂസ് ചെയ്യുന്ന എന്തുമായിരിക്കും? പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? അത് വേരിയൻസ് ആണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഡിവൈഡഡ് ബൈ റൂട്ട് എൻ ആണ്. ഇവിടെ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ്? ടി ടെസ്റ്റിനകത്ത് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇസഡ് ടെസ്റ്റിനകത്ത് വരുമ്പോൾ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുക. പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയൻസ് ആയിരിക്കും. ദെൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടി ടെസ്റ്റിനകത്ത് ഇക്വേഷൻസ് ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡി എഫ് എന്നാണ്. റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മൈനസ് 1. അപ്പോൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 10 ആണെങ്കിൽ ഡി എഫ് കാണുന്നത് എങ്ങനെയാണെങ്കിൽ 10 മൈനസ് 1 9 ആയിരിക്കും അവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നുണ്ടെങ്കിൽ ഏത് ടെസ്റ്റ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്? ടി ടെസ്റ്റ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. എന്നാൽ ഇസഡ് ടെസ്റ്റിനകത്ത് എന്തില്ല? ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യാനില്ല, അല്ലെങ്കിൽ അത് ആവശ്യമില്ല, റിക്വയർ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ഏത് ടെസ്റ്റും ആയിരിക്കും? ഇസഡ് ടെസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ടി ടെസ്റ്റ് എവിടെയൊക്കെയായിരിക്കും യൂസ് ചെയ്യുന്നത്? മെഡിക്കൽ റിസർച്ചിനകത്ത്, സോഷ്യൽ സയൻസിനകത്ത്, സ്മോൾ എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ടെസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? നമ്മൾ ടി ടെസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇസഡ് ടെസ്റ്റുകൾ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇൻഡസ്ട്രി ക്വാളിറ്റി കൺട്രോള്, അതായത് ഓരോന്നൊക്കെ സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യാൻ, മാർക്കറ്റ് റിസർച്ച്, ലാർജ് ഡേറ്റാ സെറ്റുകളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ലാർജ് ഡേറ്റാ സൈസ് എന്ന് പറയുമ്പോഴേ അറിയാം എന്താണ്? ഗ്രേറ്റർ ദാൻ 30 ആണ്. അപ്പോൾ അതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഏത് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? ഇസഡ് ടെസ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഏതൊക്കെ? ടി ടെസ്റ്റും ഇസഡ് ടെസ്റ്റും. ഇതങ്ങ് ബൈ ഹാർട്ട് ചെയ്താൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ തരുമ്പോൾ ഏത് ടെസ്റ്റാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന്. അത് നമ്മൾ ബേസിക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയാൻ നമ്മൾ സാമ്പിൾ സൈസ് അങ്ങ് നോക്കി വെച്ചാൽ മതി. സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 വന്നാൽ അപ്പോഴേ ഏത് ടെസ്റ്റാണ് ഉറപ്പിച്ചോണം? ടി ടെസ്റ്റും. ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ എന്ത് നോക്കിക്കോണം? ഇസഡ് ടെസ്റ്റും. അത് കൂടാതെ പോപ്പുലേഷൻ എസ് ഡി അൺനോൺ ആയിട്ടാണ് വരുന്നതെങ്കിൽ ടി ടെസ്റ്റും, വേരിയൻസ് നോണുമായിട്ട് തന്നെ അത് എന്തുമായിരിക്കും? ഇസഡ് ടെസ്റ്റുമായിട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് മീനിങ് ആയിരുന്നു. എന്തോ ടി ടെസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് രണ്ട് ഗ്രൂപ്പ്സുകൾ തമ്മിലുള്ള മീനുകൾ കമ്പയർ ആണ് നമ്മൾ രണ്ടിലും ചെയ്യുന്നത്. പക്ഷേ അവിടെ സാമ്പിൾ സൈസ് എന്താണ്? ലെസ് ദാൻ 30 ആണ്, അല്ലെങ്കിൽ സാമ്പിൾ സൈസ് സ്മോൾ ആണെങ്കിൽ ടി ടെസ്റ്റും, സാമ്പിൾ സൈസ് എന്താണ്? ലാർജ് ആണ് അന്നാണെങ്കിൽ നമ്മൾ ഏത് ടെസ്റ്റുമാണ് യൂസ് ചെയ്യുന്നത്? ഇസഡ് ടെസ്റ്റുമാണ് യൂസ് ചെയ്യുന്നത്. സാമ്പിൾ സൈസിൻ്റെ കേസ് എടുത്താൽ ലെസ് ദാൻ 30 ആണെങ്കിൽ ടി ടെസ്റ്റും, ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ എന്തുമായിരിക്കും? ഇസഡ് ടെസ്റ്റും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ പോപ്പുലേഷൻ വേരിയൻസിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അൺനോൺ ആണെങ്കിൽ ടി ടെസ്റ്റും, അതുപോലെ വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോപ്പുലേഷൻ വേരിയൻസ് നമുക്ക് നോൺ ആണെങ്കിൽ അത് എന്തുമായിരിക്കും? ഇസഡ് ടെസ്റ്റും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതിനവിടെ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ്. ടി ടെസ്റ്റിനകത്ത് ഫോളോ ചെയ്യുന്നത് പോപ്പുലേഷൻ ഡേറ്റയിൽ നമ്മൾ എടുക്കുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ പോലും അവിടെ ഫോളോ ചെയ്ത് വരുമ്പോൾ ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്? ടി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ദെൻ ഇസഡിനകത്ത് ഫോളോ ചെയ്യുന്ന ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതിനകത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. പിന്നെ ടി ടെസ്റ്റിനകത്ത് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇസഡ് ടെസ്റ്റിനകത്ത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഡിഗ്രി ഓഫ് ഫ്രീഡം ഏതിനകത്ത് മാത്രമേ ഉള്ളൂ? ടി ടെസ്റ്റിനകത്ത് മാത്രമേ ഉള്ളൂ. അത് കാണുന്ന ഇക്വേഷൻ എന്താണ്? 1 - 1ഉം n-1 എന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ദെൻ ഇസഡ് ടെസ്റ്റിനകത്ത് എന്തില്ല? ഡിഗ്രി ഓഫ് ഫ്രീഡം ഇല്ല. ഇനി എൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. ടി ടെസ്റ്റ് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം? നമ്മുടെ സ്മോൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സിനകത്ത്, സോഷ്യൽ സയൻസിനകത്ത്, മെഡിക്കൽ റിസർച്ചിനകത്തൊക്കെ നമ്മൾ ഏത് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്? ടി ടെസ്റ്റും. ഇസഡ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് എന്തുമായിരിക്കും? ലാർജ് ഡേറ്റാ സെറ്റിലും, മാർക്കറ്റ് റിസർച്ചിലും, അതുപോലെ ഇൻഡസ്ട്രി ക്വാളിറ്റി കൺട്രോൾ QCയിലൊക്കെയാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഇസഡ് ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്.